ഞാനിപ്പോൾ ഇന്ന് മലപ്പുറത്തുനിന്ന് വന്നതാണ്. അപ്പോൾ വന്നപ്പോൾ നമ്മുടെ മുസ്ലിം ലീഗ് നേതാക്കന്മാർ നടത്തുന്ന പ്രസ്താവനകൾ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. അപ്പോൾ ഇന്നലെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ഇന്ന് മറ്റ് ലീഗ് നേതാക്കളും ഇവിടെ മാധ്യമങ്ങളോട് സംസാരിച്ചത് ശ്രദ്ധിക്കുമ്പോൾ വളരെ ബോധപൂർവം ന്യൂനപക്ഷ സമുദായത്തിൽ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിനകത്ത് ഇടതുപക്ഷ വിരുദ്ധമായ തെറ്റിദ്ധാരണ രൂപപ്പെടുത്താനുള്ള ബോധപൂർവമായ ശ്രമം നടത്തുന്നതാണ് കാണുന്നത്. ഇപ്പോൾ കേരളത്തിലും മലപ്പുറത്തുമൊക്കെ ന്യൂനപക്ഷ സമുദായത്തിനിടയിൽ, വിവിധ ന്യൂനപക്ഷ സമുദായ വിഭാഗങ്ങൾക്കിടയിൽ ഇടതുപക്ഷ സ്വാധീനം വർദ്ധിച്ചിട്ടുണ്ട്. മലപ്പുറം ജില്ല ഒരു കാലത്ത് പൂർണ്ണമായും ലീഗ് നിയന്ത്രണം ഉണ്ടായിരുന്ന, എല്ലാം ലീഗ് നിയന്ത്രിച്ചു പോന്നിരുന്ന ഒരു ജില്ലയാണ്. എന്നാൽ ഇവിടെയും ന്യൂനപക്ഷ ജനവിഭാഗം, വിശേഷിച്ച് മുസ്ലിം സമുദായം പൊതുവെ മതനിരപേക്ഷമായ ചേരിക്ക് ഒപ്പം കൂടുതലായി നീങ്ങുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മലപ്പുറം ജില്ലയിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ മതനിരപേക്ഷ ചിന്താഗതിക്കാരുമാണ്. ആ മതനിരപേക്ഷ ചിന്താഗതിയുള്ള ജനങ്ങളിൽ തെറ്റിദ്ധാരണ പരത്തി വലിയ തോതിൽ മുസ്ലിം വോട്ട് ബാങ്ക് ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തി. നേരത്തെ തന്നെ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുകളിൽ ജമാഅത്തെ ഇസ്ലാമി, വെൽഫെയർ പാർട്ടി, SDPI, ലീഗ്, അങ്ങനെ എല്ലാവരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു കൂട്ടായ്മ രൂപപ്പെടുത്തി വോട്ട് സമാഹരണം നടത്തുന്നൊരു പതിവ് ലീഗ് സ്ഥിരമായി തുടരുന്നുണ്ട്. ഇന്നത്തെ ഒരു നിലയ്ക്ക് കേരളത്തിൽ ഇടതുപക്ഷ സ്വീകാര്യത ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വർദ്ധിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി നമ്മുടെ സംസ്ഥാനത്ത് തീവ്ര ഹിന്ദുത്വ വർഗീയ ശക്തികൾക്കെതിരായി സ്വീകരിച്ച ശക്തമായ നിലപാടുകൾ ആ സാമൂഹ്യ ജനവിഭാഗങ്ങളിൽ ഗവൺമെൻറ്റിനെ കുറിച്ചും മുഖ്യമന്ത്രിയെ കുറിച്ചുമൊക്കെ നല്ല അഭിപ്രായം രൂപപ്പെടുത്തിയിട്ടുണ്ട്. അത്തരം ഒരു സാഹചര്യത്തിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളെ ലക്ഷ്യമിട്ടുകൊണ്ട്, വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളെ ലക്ഷ്യമിട്ട്, അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ലക്ഷ്യമിട്ട് കാലയെ കൂട്ടി തെറ്റായ രൂപത്തിൽ കാര്യങ്ങളെ വ്യാഖ്യാനിച്ച് ന്യൂനപക്ഷ വിരുദ്ധമാണ് എന്ന് പ്രചരിപ്പിക്കുന്നത് ഇപ്പോൾ ഒരു പതിവാക്കിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വലിയ പ്രതികരണമാണ് ഇന്നലെയും ഇന്നുമായിട്ട് ലീഗ് നേതൃത്വം കാണുന്നത്. ഓരോ വിഷയം വരുമ്പോഴും വിഷയങ്ങളെല്ലാം ഒരു വർഗീയ വീക്ഷണത്തോടു കൂടി വിശകലനം ചെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഇത് ഈ നാട് അംഗീകരിക്കാൻ പോകുന്നില്ല. മലപ്പുറം എന്ന് പറയുന്നത് വളരെയേറെ സെക്കുലർ പശ്ചാത്തലമുള്ള ഒരു നാടാണ്. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാലത്തായാലും പിൽക്കാലത്തായാലും നല്ല സെക്കുലർ പശ്ചാത്തലമുള്ളൊരു നാട് കൂടിയാണിത്. എല്ലാം ലീഗ് തീരുമാനിക്കുന്ന മാത്രം കാര്യങ്ങൾ നടത്തുന്ന ഒരു പ്രദേശമല്ല. ലീഗിൻ്റെ ഒപ്പം നിന്ന ജനങ്ങൾ വലിയ തോതിൽ ആ പാർട്ടിയിൽ നിന്ന് അകന്നു പോയതിനെ തുടർന്നുണ്ടായ രാഷ്ട്രീയ വ്യത്യാസവും നമുക്കിവിടെയൊക്കെ കാണാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് ഒരു എളുപ്പവഴി എന്നുള്ള നിലയ്ക്ക് ഇത്തരം തെറ്റായ പ്രചരണങ്ങൾ ഇപ്പോൾ മുസ്ലിം ലീഗ് നേതൃത്വം ആരംഭിച്ചത് ഇന്നലെ ഇന്നും കണ്ടപ്പോൾ കുറച്ച് അത് കൂടുതലായിട്ട് കാണുന്നുണ്ട്. UDF പൊതുവേ ഈ UDF ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയാണ് ലീഗ് എന്നുള്ളത് കൊണ്ട് UDF നേതൃത്വവും ലീഗിൻ്റെ ഈ തെറ്റായ പ്രവർത്തന ശൈലിക്ക് പൂർണ്ണമായ പിന്തുണ പ്രഖ്യാപിച്ച് രാഷ്ട്രീയത്തിലെ ചില എളുപ്പവഴികൾ കണ്ടെത്താനാകുമെന്ന് പരിശോധിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഇത് തെറ്റായ ഒരു രാഷ്ട്രീയ നീക്കമാണ്. മുഖ്യമന്ത്രിയുടെ ജനസ്വീകാര്യതയെ ഇല്ലാതാക്കുക എന്നുള്ള ഇതിൽ ലക്ഷ്യമുണ്ട്. തെരഞ്ഞെടുപ്പുകളെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഹീനമായ തരത്തിൽ CPM-നെതിരായിട്ടും ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള പ്രചാരവേലയും ഇവരിപ്പോൾ നടത്തിവരികയാണ്. ഇത് അത്യന്തം ജനങ്ങൾ നിരാകരിക്കേണ്ട ഒന്നാണ്. ജനങ്ങൾ എല്ലാ സാമൂഹ്യ വിഭാഗങ്ങളുടെയും യോജിപ്പിന് വേണ്ടിയും സമൂഹത്തിൽ ഹിന്ദുത്വ ശക്തികൾ
കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന നടത്തുന്ന പരിശ്രമത്തിന് നേരെയും ഒന്നിക്കേണ്ട ഒരു സന്ദർഭത്തിലാണ് ഇത്തരം തെറ്റായ രീതിയിലേക്ക് കാര്യങ്ങളെ ഇവർ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ മുഖ്യമന്ത്രിയുടെ വാർത്ത ഹിന്ദുവിൽ വരുന്നു, അതിനുശേഷം 24 മണിക്കൂറിന് ശേഷമാണ് അതിന്റെ ഒരു വിശദീകരണം വരുന്നത്. അന്ന് രാത്രി വാർത്ത വന്ന അന്ന് രാത്രി എല്ലാ മാധ്യമങ്ങളിലും വന്നിരുന്ന CPM-ന്റെ പ്രതിനിധികൾ അല്ലെങ്കിൽ സഹയാത്രികർ ഈ മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയാണ്, ആ രീതിയിലാണ് കാര്യങ്ങൾ എന്ന് വിശദീകരിക്കുകയാണ് ചെയ്തത്. അത് എന്തുകൊണ്ടാണ് പാർട്ടിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസോ തടയാതിരുന്നത്? ഇന്നതാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല എന്ന് പോലെ എന്തുകൊണ്ട് പറഞ്ഞില്ല? അല്ല, മുഖ്യമന്ത്രി തന്നെ ഇന്നലെ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അല്ല, നിങ്ങൾക്കിപ്പോ 12 മണിക്ക് വ്യക്തമാക്കണം, 6 മണിക്ക് വ്യക്തമാക്കണം, അങ്ങനെയല്ല. മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞു. പിന്നെ പണ്ട് നടന്നത് എന്താണ്, പിന്നെ നടന്നതിന്റെ പ്രസക്തല്ല. അല്ല, ഞാൻ പൂർത്തീകരിക്കട്ടെ. മുഖ്യമന്ത്രി വ്യക്തമാക്കിയല്ലോ. മുഖ്യമന്ത്രി ഇത് ഓരോ സംബന്ധിച്ചും ഈ സമൂഹത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി സംശയാതീതമായി വസ്തുതകൾ വിശദീകരിച്ചു കഴിഞ്ഞു. അതിന്റെ മേലാണോ സംശയം? അല്ല, മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞാൽ അത് അവസാനിച്ചു. ആ ഒരു വിഷയത്തെ സംബന്ധിച്ചുള്ള ഒരു സംശയ ദൂരീകരണം നടത്താനുള്ള നിങ്ങളുടെ എല്ലാ അവകാശവും ഞാൻ അംഗീകരിച്ചു. ശരിയാണല്ലോ, അത് വളരെ ന്യായമായ കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഇത്തരം സംശയങ്ങൾ ഉന്നയിച്ചു. ഈ സംശയങ്ങൾക്കെല്ലാമുള്ള മറുപടി മുഖ്യമന്ത്രി നല്ല നിലയിൽ തന്നെ വ്യക്തമാക്കി. അദ്ദേഹത്തിന് ഇത് സംബന്ധിച്ചുള്ള നിലപാട് എന്താണ്, വിവിധ ഇത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്, എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞാൽ അത് അവസാനിച്ചു. പറഞ്ഞു കഴിഞ്ഞല്ലോ. മുഖ്യമന്ത്രി പറഞ്ഞതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ അത് രണ്ടും രണ്ട് തട്ടായി പോകുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് ചോദ്യം. മുഖ്യമന്ത്രി പറയുന്നതോട് കൂടി കാര്യങ്ങൾ വ്യക്തമല്ല. മറ്റൊരു ഞാൻ കണ്ടില്ല, ഏതാണ് പാർട്ടി വ്യക്തത പറഞ്ഞിട്ട് നമ്മൾ നിശ്ചയിച്ച ഒരാൾ നിങ്ങൾ പറഞ്ഞ ആളാണ്. ആരാ പറഞ്ഞ ആള്? ചാനൽ ചർച്ചയിൽ നിങ്ങൾ ഓരോരുത്തർ വിളിച്ചു വന്നിട്ട് അയാൾ പറഞ്ഞതിനൊക്കെ ഞാൻ മറുപടി പറയുന്ന പറയാൻ പറ്റും. നിയോഗിക്കുന്ന ആളുകളാണ് ചാനൽ ചർച്ചയിൽ ഇപ്പോൾ വരാറുള്ളത്. അത്തരം ആളുകൾ മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയാണ്, ഈ മലപ്പുറം ജില്ലയിൽ ഹവാല പണം പിടിക്കുന്നു, സ്വർണം പിടിക്കുന്നു, ഇതെല്ലാം രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നു, അതിന്റെ തെളിവുകൾ അടുത്ത ദിവസം മുഖ്യമന്ത്രി പുറത്തുവിടുമെന്ന് വരെയാണ് പാർട്ടിയുടെ വക്താക്കളായ ആളുകൾ പറയുന്നത്. അത് നിങ്ങൾ പറഞ്ഞതില് മുഖ്യമന്ത്രി ഇന്നലെ കാര്യമൊക്കെ വ്യക്തം. നിങ്ങൾക്കിത് മനസ്സിലാവണില്ലേ? നിങ്ങൾക്ക് മനസ്സിലാവും. താമസിക്കാൻ ചിലപ്പോൾ അത് മുഖ്യമന്ത്രി ശ്രദ്ധപ്പെടുത്തി അദ്ദേഹം പര്യടന പരിപാടി പൊതുയോഗം കഴിഞ്ഞിട്ടാണ് പറഞ്ഞത്. അതിന് മുമ്പ് പറയണ്ടേ നിങ്ങൾ ചോദിച്ചാൽ ഞാൻ എന്ത് പറയാനാ? അവിടെ സംഭവിച്ചത് മുഖ്യമന്ത്രി അത് വ്യക്തമാക്കി. വളരെ നല്ല നിലയിൽ മുഖ്യമന്ത്രി പറഞ്ഞു എന്താണ് നടന്നത്. അല്ല, അതും പറഞ്ഞല്ലോ. ഒന്ന് ഹിന്ദു, നിങ്ങൾ PR ഏജൻസിയാണോ മുഖ്യമന്ത്രിയാണോ? ആ സാങ്കേതിക എഴുത്തല്ല ഇവിടെ പറഞ്ഞത്. ഇവിടെ വന്ന രാഷ്ട്രീയ വിഷയമായിട്ട് ബന്ധപ്പെടുത്തിയ കാര്യമാണ്. ആ വിഷയത്തിൽ എന്ത് വിഷയം? അതിലൊരു വിഷയമില്ല, അതിലൊരു വിഷയമില്ല. നിങ്ങൾ പറയില്ലേ അങ്ങനെ? അതിലൊരു വിഷയമില്ല. പറയൂ. മുഖ്യമന്ത്രി ഒരു മാധ്യമത്തിന് ഒരു അഭിമുഖം നൽകുമ്പോൾ അവിടെ 2 PR ഏജൻസികളുടെ ആളുകൾ ഉണ്ടായിരുന്നു. ഈ മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂവിന് ശേഷം ഈ ആളുകൾ പറയുകയാണ്, ആ ലേഖികയോട് പറയുകയാണ്, ഇന്ന കാര്യം കൂടി ഉൾപ്പെടുത്തണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്, അതുകൂടി ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുന്നു. അങ്ങനെ മുഖ്യമന്ത്രി ഇരിക്കുന്ന സ്ഥലത്ത് ഒരു ഈ PRD ഉണ്ട്, മുഖ്യമന്ത്രിക്ക് തന്നെ അദ്ദേഹത്തിന്റെ പ്രസ് സെക്രട്ടറി ഉണ്ട്, പിന്നെ ഒരു PR ഏജൻസിയുടെ ആവശ്യമുണ്ടോ? ഇല്ലെങ്കിൽ മുഖ്യമന്ത്രി അറിയാതെ ഇത്ര ഗൗരവകരമായ ഒരു തെറ്റ് അങ്ങനെ പറയുമോ? അപ്പൊ നിങ്ങളുടെ മുഖ്യമന്ത്രി പറഞ്ഞ വിശ്വസിക്കുന്നില്ല അല്ലേ? അല്ല, അത് എനിക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ മുഖ്യമന്ത്രി പറഞ്ഞത് വിശ്വസിക്കുന്നില്ല. നിങ്ങൾ പത്രങ്ങളുടെ പേരൊന്നും ഞാൻ പറഞ്ഞില്ല. നിങ്ങളിപ്പോ ആര് വന്നാലും വിശ്വസിക്കില്ല. ഇത് അല്ല, അത് ഹിന്ദു വ്യക്താക്കിയിട്ടല്ല. അതില് അവരുടെ ഭാഗത്ത് നിന്ന് തകരാറെന്താണ്, വീഴ്ച എന്താണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കേക്കു ഞാൻ മുഴുവനാക്കട്ടെ. ഇത് സംബന്ധിച്ച് PR ഏജൻസി എന്താ രാജ്യദ്രോഹം നടത്തുന്ന ചൈനീസ് നമ്മളെ രാജ്യദ്രോഹ പ്രവർത്തനം നടത്തുന്ന ആൾക്കാരാണോ? PR ഏജൻസി എന്ന് പറഞ്ഞാല് എന്തോ ഒരു അന്യരാജ്യത്ത് നിന്ന് വന്ന് നമ്മുടെ രാജ്യത്തിന്റെ രഹസ്യം തുറക്കുന്ന ആണോ? അല്ലല്ലോ. അതുകൊണ്ട് അത് വേറെ കാര്യം. ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് സംശയം വന്നു, സംശയം ദൂരീകരിക്കപ്പെട്ടു. അതെന്താണ് സംഭവിച്ചതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ബാക്കി നിങ്ങൾക്ക് നിങ്ങളുടെ മാധ്യമങ്ങളുടെ ചില താല്പര്യം ഉണ്ടാവും, നിങ്ങളുടെ ഇടതുപക്ഷ താല്പര്യം ഉണ്ടാവും, ഞങ്ങൾക്ക് ഇതിനെ പ്രചരണം നടത്താനുള്ള താല്പര്യം ഉണ്ടാവും. അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാം. പക്ഷെ വസ്തുത വ്യക്തമാക്കി മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് ശേഷവും ചില അവ്യക്തതകൾ നിൽക്കുന്നത് കൊണ്ടാണ് അങ്ങനത്തെ ഒരു അവ്യക്തത എന്ന് പറയുന്നത്. ചില ഇന്നലെ മന്ത്രിമാരുൾപ്പെടെ പറഞ്ഞു അങ്ങനെ ഒരു PR ഏജൻസി മുഖ്യമന്ത്രിക്ക് ഇല്ല.
പക്ഷേ ഹിന്ദു പോലെ ഒരു ക്രെഡിബിലിറ്റിയുള്ള ഒരു പത്രം പറയുന്നു PR ഏജൻസി വഴി ഞങ്ങളെ സമീപിച്ചു, ആ ഇന്റർവ്യൂ നടക്കുമ്പോൾ PR ഏജൻസി കൂടെ ഉണ്ടായിരുന്നു, ആ PR ഏജൻസി പെട്ട ഒരാൾ ചുമതലപ്പെടുത്തി. ഇതിപ്പോ ഒരു PR ഏജൻസി വഴി വേണമെങ്കിൽ സമീപിക്കാം, PR ഏജൻസി ഉപയോഗപ്പെടുത്താതിരിക്കാം, അതൊക്കെ സാഹചര്യത്തിനനുസരിച്ച് ചെയ്യുന്ന മറുപടി മുഖ്യമന്ത്രി എന്ത് പറയാത്ത കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞു കൊടുക്കുക, ഒരു PR ഏജൻസി കൊടുക്കുക, അത് ഗൗരവമായ കാര്യമല്ലേ? അങ്ങനെ വന്നാൽ അത് ആ പത്രത്തെ അറിയിക്കും. ആ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കപ്പെട്ടാണല്ലോ. നിങ്ങൾക്ക് വ്യക്താവില്ല, നിങ്ങൾക്കത് വ്യക്താവില്ല. പക്ഷെ നിങ്ങൾക്കത് വ്യക്തമാകാൻ പോണില്ല. നിങ്ങൾക്ക് നാളെയും വ്യക്താവില്ല, മറ്റന്നാളും വ്യക്താവില്ല, അടുത്ത ആഴ്ചയും വ്യക്താവില്ല. നിങ്ങള് ഇടതുപക്ഷം മുഴുവൻ കേൾക്കുന്നേ. നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്, അതിപ്പോ CPM-നെ ദുർബലപ്പെടുത്തണം, മുഖ്യമന്ത്രിയെ മോശമാക്കണം. ആ ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന നിങ്ങൾക്ക് അത് പരിഹരിക്കപ്പെടാനേ പോണില്ല. ഞാൻ എന്ത് മറുപടി പറഞ്ഞാലും നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കപ്പെടില്ല. വസ്തുത ജനങ്ങളറിയണം. ആ ജനങ്ങളറിയാനുള്ള കാര്യം ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞു, അത് വ്യക്തമാണ്, എല്ലാവർക്കും ബോധ്യം. നിങ്ങൾക്ക് ബോധ്യപ്പെടില്ല. ലീഗിനെതിരെയുള്ള വിമർശനം ലീഗ് നേതാക്കൾ എന്ന് പറഞ്ഞത് ഈ PR ഏജൻസി അവർ ഇതിൽ ഈ അഡീഷണൽ ആയിട്ട് മലപ്പുറം ജില്ലയും ഹിമകള്ളകടത്തും ഒക്കെ എഴുതി ചേർത്തതിന് പിന്നിൽ ഒരു ഗൂഢ ലക്ഷ്യമുണ്ട്. അത് മലപ്പുറം ജില്ലയെ മാത്രമല്ല കേരളത്തെ ആകെ ഒരു ക്രിമിനൽ സ്റ്റേറ്റോ അല്ലെങ്കിൽ ക്രിമിനൽ ജില്ലയാക്കാനുള്ള ബോധപൂർവ്വ നീക്കമുണ്ട്. അതിനുവേണ്ടി RSS ഉണ്ട്. അത് കേന്ദ്ര ഗവൺമെന്റിന്റെ അത്ര റിപ്പോർട്ട് പോകുന്നു. അതാണ് അവരുന്നയിച്ച ആരോപണം. അല്ല, അത് ലീഗ് മനോഹരമായിട്ട് പറയല്ലോ. ലീഗ് പറയുമ്പോൾ അവരെ ന്യായമല്ലേ പറയുന്നത്. ലീഗുകാർക്ക് സമൂഹത്തെ ഈ അവസരം ഉപയോഗിച്ചിട്ട് ഒരു വർഗീയവൽക്കരണം, ലീഗെല്ലാം വർഗീയമായിട്ടാണ്. ഇപ്പോൾ മലപ്പുറം എന്നൊരു കേട്ടാൽ അപ്പോൾ വർഗീയം. മലപ്പുറം നല്ലൊരു സ്ഥലമില്ലേ? ഇവർ മാത്രം, ലീഗുകാർ മാത്രമല്ല മലപ്പുറത്തേര്, ഞങ്ങളും മലപ്പുറത്തേര് തന്നെയാ. ഞങ്ങളെയൊക്കെ ഒഴിവാക്കിയാൽ മതി. നമ്മളൊക്കെ മലപ്പുറത്തുണ്ടായതല്ലേ, മലപ്പുറത്ത് കൂടി നടന്നതല്ലേ, നമുക്കൊക്കെ നമ്മൾ ഈ നാട്ടിലുള്ള ആൾക്കാരല്ലേ. അതുകൊണ്ട് ലീഗിന് പതിച്ചു കൊടുത്തൊരു സ്ഥലമാണ് മലപ്പുറം. അങ്ങനെ വരുന്നുണ്ട, ആ തെറ്റിദ്ധാരണയും വേണ്ട. അവരുടെ കൈവശത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സ്ഥലം, അവരുടെ പോക്കറ്റിട്ട് നടക്കുന്ന ഒരു സ്ഥലം എന്നുള്ള നിലയ്ക്ക് വിഷയത്തെ കൈകാര്യം ചെയ്യരുത്. വിഷയത്തെ വസ്തുനിഷ്ഠമായി കൈകാര്യം ചെയ്യണം. ഒരു വസ്തുതയിൽ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന തെറ്റായ പ്രവണതകളുമായി ബന്ധപ്പെടുത്തിയ ചില വസ്തുതകൾ പുറത്തു വന്നാൽ അത് ഉടൻ തന്നെ അതിനെ വർഗീയമായൊരു വിശകലനത്തിൽ കാണാൻ പാടില്ല. അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം, UDF-നെ സംബന്ധിച്ചിടത്തോളം വസ്തുതകളെ വർഗീയമായ വീക്ഷണകോണിൽ നിന്നുകൊണ്ട് വിശകലനം ചെയ്യുന്ന രീതി അവർ നടപ്പിലാക്കുകയാണ്. അതാണ് ഇപ്പോൾ കാണുന്നത്. അത് രാജ്യത്തിന് ഗുണം ചെയ്യില്ല, സമൂഹത്തിനും ഗുണം ചെയ്യില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ഏത് കാര്യം വന്നാലും അതിനെ മലപ്പുറം നോക്കുക, എന്നിട്ട് അതിനെ വർഗീയം നോക്കുക. മലപ്പുറം ഒരു വർഗീയ സ്ഥലമല്ല, പിന്നെ ഇവരെന്തിനാ അതിനെ അങ്ങനെ ആക്കാൻ നടക്കുന്നത്? അത് ചെയ്യാൻ പാടില്ല. അത് സമൂഹത്തിന് ഗുണമല്ല. നമ്മുടെ സമൂഹത്തിൽ ഇസ്ലാമോഫോബിയ രൂപപ്പെടുത്തുന്ന പ്രചരണ രീതിയാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് സമൂഹത്തിന് ഗുണം ചെയ്യില്ല. നമ്മുടെ നാട്ടിൽ തകരാറുകൾ എല്ലാ സ്ഥലത്തും ഉണ്ടാവും. അത് പരിഹരിക്കപ്പെടുകയാണ് വേണ്ടത്. നിയമവിരുദ്ധമായ കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ ആ നിയമവിരുദ്ധമായ കാര്യങ്ങളിൽ നടപടി എടുക്കുകയാണ് വേണ്ടത്. നിയമവിരുദ്ധമായ കാര്യങ്ങളെ ന്യായീകരിക്കാൻ പാടില്ല. അതാണ് ഗവൺമെന്റ് ഇവിടെ നിയമവിരുദ്ധമായ കാര്യങ്ങളിൽ കൃത്യമായ നടപടികൾ എടുത്തു പോകുന്നു. ആ നടപടികളെ നമ്മൾ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കുന്നു. പാർട്ടി തന്നെ നിലമ്പൂരിൽ പൊതുയോഗം വയ്ക്കുന്നുണ്ട്. എന്താണ് അൻവറിന്റെ പുതിയ തീരുമാനമുള്ളത്? അല്ല, അൻവർ ഇപ്പോ ഒരു CPM വിരുദ്ധനാണ്. അൻവർ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ശക്തികളുടെ കയ്യിലെ ഒരു ആയുധമാണ്. അൻവർ ചെയ്തതെല്ലാം രാഷ്ട്രീയമായി തെറ്റാണ്. അപ്പോൾ രാഷ്ട്രീയമായ തെറ്റുകൾ ചെയ്ത അൻവർ പല പ്രഖ്യാപനങ്ങളും നടത്തുന്നുണ്ടാവും. അദ്ദേഹത്തിൻ്റെ ഇപ്പം അദ്ദേഹം നടത്തിയ പ്രസ്താവനകളുടെയും പ്രവർത്തനങ്ങളുടെയും ഒരു പൊതു ചിത്രം നോക്കിയാൽ ഇപ്പോൾ ഇവിടെ UDF-ഉം ലീഗ് നേതൃത്വവും അതുപോലെ തന്നെ ഈ നിലയിൽ കാര്യങ്ങളെ വിശകലനം ചെയ്യുന്ന ശക്തികളും നടത്തുന്ന പ്രവർത്തനത്തിൻ്റെ ഒരു പിൻപാട്ടുകാരനായിട്ട് അകമ്പടി പോകുന്ന പ്രചാരവേലയാണ് അൻവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ അൻവർ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നു എന്ന് കേട്ടപ്പോൾ ഞങ്ങളാരെയും ഭയപ്പെടാൻ പോകുന്നുണ്ടോ? അതൊന്നുമില്ലല്ലോ. അത് അൻവർ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കട്ടെ. അതൊക്കെ UDF-ൻ്റെയും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ശക്തികളുടെയും പ്രവർത്തനത്തിന് ഗുണമുണ്ടാവുന്ന തരത്തിലാണ് അൻവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ അൻവറിന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട ഒരു പ്രവർത്തനമല്ല. അത് UDF-ന് സഹായകരമാണ്, അത് ഇടതുപക്ഷത്തിന് എതിരാണ്, അത് നമ്മുടെ നാട്ടിലെ സാമുദായിക ശക്തികളെ ശക്തിപ്പെടുത്താൻ സഹായകരമാണ്. ആ നിലയിൽ അൻവറിന്റെ താല്പര്യം വേറെയാണ്. ആ താല്പര്യത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം പല പ്രവർത്തനം നടത്തുന്നുണ്ടാവും. അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യമില്ല. നിലമ്പൂരിലേക്ക്
നിലമ്പൂരിൽ അത് ബാധിക്കുമോ എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. പക്ഷെ അത് അപ്രസക്തമായി മാറാൻ പോകണം. അതൊന്നും സംഭവിക്കാൻ പോകുന്നത്. നിലമ്പൂർ ഏതാ സ്ഥലം? നിലമ്പൂരിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പല നിലയിൽ പല ഘട്ടങ്ങളിലൂടെ കടന്നു വന്നിട്ടുണ്ട്. CPM-ൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള വളരെ വലിയ സമര പശ്ചാത്തലമുള്ള ഒരു നാടാണ് നിലമ്പൂര്. നിലമ്പൂര് അൻവറിൻ്റെ സ്ഥലമല്ല, നിലമ്പൂർ കുഞ്ഞാലിയുടെ സ്ഥലമാണ്. ആ നിലയത്തിന് ഞങ്ങളതിനെ കണ്ടിട്ടുള്ളത്. അവിടെ ഞങ്ങൾക്ക് അതിൽ ഭയമൊന്നുമില്ല. യോഗങ്ങളിൽ വരുന്ന ആൾക്കൂട്ടം അത് വെറും ചില ശക്തികൾ ശക്തികളൊക്കെ ആണ് എന്ന തരത്തിൽ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത്. അത് അങ്ങനെ ചുരുക്കിക്കാട്ടേണ്ടതുണ്ടോ? അല്ല, ഞങ്ങൾ ഭയപ്പെടേണ്ട ഒരാളല്ല അൻവർ. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കും. നിങ്ങൾ ഈ അൻവർ തന്നുണ്ട് ഞങ്ങളൊന്ന് പേടിപ്പിച്ചേക്കാം. അല്ല, നിങ്ങളെ ഉദ്ദേശം ഉണ്ടാവില്ല. എന്നാലും അതോ ഒന്ന് പേടിച്ചാലായിക്കോട്ടെ നമ്മൾ വിചാരിക്കും. നിങ്ങളെ ചോദ്യമൊക്കെ വളരെ വൃത്തി തന്നെയാണ്. പക്ഷേ ഈ കാര്യങ്ങളുടെ ഇതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കൊന്നും പിന്നെ നിലമ്പൂരിൽ അങ്ങനെ ഒരുപാട് പിന്നെ ഘട്ടങ്ങൾ കടന്നു പോന്നിട്ടുള്ള ഒരു പാർട്ടിയാണ് നിലമ്പൂരിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിൻ്റെ ഒരുപാട് അനുഭവങ്ങളുടെ പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിന് അതിൻ്റെ നിലപാടുകളാണ്, അതിൻ്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളാണ്. CPIM-ന് അതിൻ്റെ പ്രവർത്തന രീതി, അതിൻ്റെ രാഷ്ട്രീയം, അതിൻ്റെ മുൻഗണനകൾ, അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു തൊഴിലാളി വർഗ പാർട്ടിയാണ്. ആ പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്താൻ നാട്ടിലെ ജനങ്ങൾ അനുവദിക്കില്ല. ഇപ്പോൾ പാർട്ടിയെ ദുർബലപ്പെടുത്താനുള്ള പ്രവർത്തനം എല്ലാവരും നടത്തും. ഒറ്റപ്പെട്ടോ ഇങ്ങനെ തെന്നിത്തെറിഞ്ഞു പോകുന്ന അൻവർമാർ നടത്തും. പിന്നെ UDF, BJP, SDPI, വിവിധങ്ങളായ പിന്നെ നമ്മുടെ ജമാഅത്തെ ഇസ്ലാമി, അങ്ങനെയുള്ള തീവ്രവർഗീയ സ്വഭാവമുള്ള പാർട്ടികളെയും UDF-നെ പോലെയുള്ള കേരളത്തിൻ്റെ പ്രതിലോമചേരി അവരെയും, പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്ന് ദുർബലപ്പെട്ടാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കണം എന്നാഗ്രഹിക്കുന്ന ചില കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മാധ്യമങ്ങളുണ്ട്, അവർ കൂടുതൽ ചെയ്യും. ഇവരൊന്നും ഇപ്പോൾ ഇത് നിർത്തൂല, അതൊക്കെ തുടരും. അതൊക്കെ നമ്മുടെ സമൂഹം അങ്ങനെയാണ്. ഞങ്ങൾക്ക് എതിരായിട്ട് ജനാധിപത്യ സമൂഹത്തിൽ നമ്മൾ പ്രവർത്തിക്കില്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും ഇടതുപക്ഷ വിരുദ്ധമായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നവർ ആ പ്രചരണം നടത്തും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ദുർബലപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ ആ പ്രചരണം നടത്തും. ഞങ്ങളുടെ പ്രചരണം നടത്തും. ഇതെല്ലാം തമ്മിലുള്ള രാഷ്ട്രീയ സംവാദങ്ങളും തർക്കങ്ങളുടെ ഒരു ഇടാണല്ലോ സാമൂഹ്യ മേഖല, സോഷ്യൽ സ്പേസ്. അവിടെ ആ പ്രവർത്തനങ്ങൾ നടത്തി ഞങ്ങൾക്കെതിരായി വ്യാപകമായി UDF, ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള മുസ്ലിം മതമൗലികവാദ ശക്തികൾ, അതുപോലെ തന്നെ വിവിധങ്ങളായ വർഗീയ ശക്തികൾ, BJP, ഇവരൊറ്റയ്ക്കും യോജിച്ചു നിരവധി തവണ ഞങ്ങളെ ദുർബലപ്പെടുത്താനുള്ള പരിശ്രമങ്ങൾ ഈ കേരളത്തിൽ നടത്തിപ്പോരുന്നുണ്ട്, ഇപ്പോഴും നടത്തുന്നുണ്ട്. അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മാധ്യമങ്ങൾ സ്വീകരിച്ചു പോന്നിട്ടുള്ളത്. അതിപ്പോഴും തുടരുന്നുണ്ട്, അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. ഞങ്ങൾ അതിനെ അതിജീവിച്ചാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇപ്പോൾ വരുന്ന ഈ പ്രചരണങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ പിന്തുണയോടുകൂടി ഞങ്ങൾ അതിനണ്ട് മുറിച്ചെടുക്കും. അതിനൊന്നും ഒരു വിഷമമുള്ള കാര്യം. രാഷ്ട്രീയ വിഷയമായി തുടങ്ങിയതാണ്. പക്ഷേ പിന്നീട് CPM-ന്റെ ജില്ലാ സെക്രട്ടറി RSS എന്ന് പറയുന്നു, ആരോപണം ഉന്നയിച്ച അൻവർ ജമാഅത്ത് ഇസ്ലാമിയുടെയും SDP-യുടെ ആളാണെന്ന് പറയുന്നു. അത്തരത്തിലേക്ക് ഒരു വർഗീയ തരത്തിലേക്കൊക്കെ മാറ്റുന്നത് നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ CPM-ഉം ചെയ്യാൻ പാടുമോ, അൻവറും ചെയ്യാൻ പാടുമോ? താങ്കളും മലപ്പുറത്തുകാരാണ്, ഞങ്ങളും ഭൂരിഭാഗവും മലപ്പുറത്തുകാരാണ്. അത് നന്നായി. നമ്മൾ മലപ്പുറത്തിൽ ഒരുമിച്ചിരുന്ന് ഗൗരവമുള്ള ഒരു രാഷ്ട്രീയ കാര്യം ചർച്ച ചെയ്യുന്നത് ഗുണമുള്ള കാര്യമാണ്. ഇവിടുത്തെ കാര്യം എന്താ വെച്ചാൽ പിന്നെ അൻവർ CPM ജില്ലാ സെക്രട്ടറിയെ RSS-കാരനാണ് എന്ന് പറഞ്ഞു. അൻവർ അത് പറഞ്ഞുകൊണ്ട് ഈ മലപ്പുറം ജില്ലയിൽ ആരും ഇത് വിശ്വസിച്ചിട്ടില്ല. മനസ്സിലായില്ലേ? അൻവർ CPM-ന്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറി RSS ആണ് എന്ന് അൻവറല്ല ആര് പറഞ്ഞാലും ഈ നാട്ടിൽ ഒരാളും വിശ്വസിക്കൂല. ഇപ്പം വിശ്വസിക്കാത്ത കാര്യം പറഞ്ഞതിന് ബേജാറാവേണ്ട കാര്യം ഞങ്ങൾക്ക് അത് അയാളുടെ പെരുമാറ്റത്തിന്റെ പ്രത്യേകത ഉണ്ടാകും. ഈയിടെ അദ്ദേഹം നടത്തിയ ആ പ്രസംഗങ്ങൾ, മുഖ്യമന്ത്രിക്കായിട്ട് അദ്ദേഹം രൂപപ്പെടുത്തിയ അദ്ദേഹത്തിന്റെ പ്രചരണ രീതികൾ, ഇപ്പം അത് ഘട്ടം ഘട്ടമായിട്ട് ഉയർത്തിക്കൊണ്ടുവന്ന രീതി, അതിന് യാതൊരു സംശയമില്ല. പ്രസംഗത്തിൽ ഉപയോഗിച്ച വാക്കുകൾ, പ്രസംഗിക്കാൻ വേണ്ടി ഉപയോഗിച്ച ആശയങ്ങൾ, അങ്ങനെയാണ് ഒരാൾ അടയാളപ്പെടുത്തുന്നത്. അത് വളരെ ക്ലിയറാണ്. എന്ത് സംശയം? ഇന്ന് അദ്ദേഹം ആഭ്യന്തര ഒഴിയണമെന്നാണ് പിണറായി ആഭ്യന്തര ഒഴിയണം അന്ന് പറഞ്ഞതെങ്കിൽ ഇന്ന് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയണം. പകരം ആള് സൂട്ടബിളായ ആളില്ലെങ്കിൽ അൻവറിനെ ആക്കിയാൽ ശരിയാവും. അതാണ് പറഞ്ഞത്. മുഹമ്മദ് റിയാസിനെ ആക്കണമെന്ന് അദ്ദേഹം പറഞ്ഞത്. നിങ്ങൾ നല്ല പത്രക്കാരാണ്, ഈ ജാതി ചോദ്യം ചോദിക്കും. വളരെ ഞാൻ പറയുന്നത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ? അദ്ദേഹം ഒരു വിവരക്കേട് പറഞ്ഞാൽ ആ വിവരക്കേടിനെ നിങ്ങൾ എടുത്തിട്ട് നമ്മോട് പറയുന്നത്
നിങ്ങളതിലൊരു മാന്യമായ ചോദ്യം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, നമുക്ക് പറയാം. ഇതൊക്കെ എത്ര പരിഹാസ്യമായ ഒരു പ്രയോഗമാണ്. ആ പരിഹാസ്യമായ പ്രയോഗത്തിന് നമുക്ക് ഉത്തരവാദിത്തമുള്ള ആൾക്കാരിൽ നിന്ന് എനിക്ക് നമുക്ക് മുന്നോട്ട് വരാൻ പറ്റുമോ? അത് പറ്റില്ല. അവിടെ നമ്മൾ ചോദിച്ചതിൽ എനിക്ക് വിരോധമില്ല. പക്ഷെ വളരെ പരിഹാസ്യമായ തരത്തിലുള്ള ഒരവസ്ഥയാണ്. അത് അദ്ദേഹത്തിന്റെ ബോധത്തിന്റെ പ്രശ്നമായിരിക്കും. അത് നമ്മളതിന്റെ രാഷ്ട്രീയമായിട്ട് ഓരോരുത്തരും ഓരോ വിഷയത്തെ സമീപിക്കുന്ന രീതിശാസ്ത്രം, അതിപ്പോ അവരുടെ രീതിശാസ്ത്രം വെച്ച് നോക്കിയിട്ടുണ്ട്. അൻവറിന്റെ കാര്യം പറയുമ്പോൾ താങ്കൾക്ക് ഉത്തരവാദിത്തമില്ല. കാരണം ഗുരുതരമായ കുറെ കാര്യങ്ങളുണ്ടെന്നാണ് പറയുന്നത്. ഈ ശശിക്കെതിരെ അൻവർ നൽകിയ പരാതിയിൽ ശശി ഇടനിലക്കാരനായിട്ട് പണം കൈപ്പറ്റുന്നു, സ്ത്രീകളോട് മോശമായിട്ട് സംസാരിക്കുന്നത് ഗുരുതരമായ ആരോപണങ്ങളാണ് അൻവർ ആ പരാതിയിൽ നൽകിയിട്ടുള്ളത്. പാർട്ടി പരിശോധിക്കും. അല്ല, അൻവർ ആരോപണം ഉന്നയിച്ചാലേ ആരോപണമായിട്ടല്ല, ഒരു വസ്തുതകൾ സ്പെസിഫിക് ആയപ്പോഴും കുറെ ആരോപണം എഴുതി കൊണ്ടേ കൊടുക്കാൻ ആർക്കാ പറ്റാത്ത നാട്ടിൽ? സ്പെസിഫിക് ആയിരിക്കണം. ഇന്ന സംഭവത്തിൽ ഇന്ന ആളെ ഇന്ന് ഇന്ന മാതിരി പെരുമാറി, ഇന്ന സംഭവത്തിൽ ഇങ്ങനെ, അങ്ങനെ സ്പെസിഫിക് അല്ല. അൻവർ ഈ പറഞ്ഞത് മുഴുവൻ പത്രക്കട്ടിങ്ങൾ എടുത്തിട്ട് അതിന് തയ്യാറാക്കി എടുത്തിട്ട് പറയാണ്. അതുകൊണ്ട് എന്താ അതെങ്ങനെ ഞങ്ങളെങ്ങനെ പരിഗണിക്കുക? 2, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് പി ശശി. പ്രവർത്തിക്കുന്നത് അവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ്. ഞങ്ങൾ ചുമതലപ്പെടുത്തിയ പ്രവർത്തനം നടത്തുക. ഏത് ചുമതലയിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പരിശോധിക്കുകയും ചെയ്യും. അതിനിപ്പോൾ അൻവറിന്റെ കത്തൊന്നും വേണ്ട. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ എന്തെങ്കിലും പെശകുണ്ടെങ്കിൽ ഞാനായാലും മറ്റൊരാളായാലും ഞങ്ങൾ ഏൽപ്പിക്കുന്ന പ്രവർത്തനം പാർട്ടി നിർവഹണം എന്നുള്ളത്, ആ പാർട്ടി ചുമതല നിർവഹണം എന്നുള്ളത് കൃത്യമായി നിർവഹിക്കുകയാണ് ചെയ്യുക. അത് ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് എന്തെങ്കിലും പെശകുണ്ടെങ്കിൽ അത് യഥാസമയം പരിശോധിക്കേണ്ട സംവിധാനം പാർട്ടിയിലുണ്ട്. ഗവൺമെന്റിന്റെ പ്രവർത്തനം സംബന്ധിച്ചുള്ള ഒരു പൊതു ഗൈഡ് ലൈൻ പാർട്ടി കൊടുത്തിട്ടുണ്ട്. ആ പൊതു ഗൈഡ് ലൈൻ അനുസരിച്ച് ഗവൺമെന്റ് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് എല്ലാ സമയത്തും CPIM പരിശോധിക്കാറുണ്ട്. അത് കൂടുതൽ പരിശോധന ആവശ്യമായ സന്ദർഭങ്ങളിൽ വിശദമായ പരിശോധനകൾ നടത്തി പാർട്ടിക്കകത്ത് റിപ്പോർട്ട് ചെയ്യുന്നതും CPM-ലെ പതിവാണ്. അങ്ങനെയാണ് അൻവറിന് CPM-ൽ ഇല്ലാത്തതൊന്നും അറിയില്ല. ഞങ്ങളുടെ പാർട്ടി ഗവൺമെന്റിലേക്ക് നിയോഗിച്ച സഖാക്കൾ അവർ നടത്തുന്ന പ്രവർത്തനത്തെ അതാത് സന്ദർഭങ്ങളിൽ കൃത്യമായ ഇടവേളകളിൽ പരിശോധിച്ചു വരുന്നുണ്ട്. ആ പരിശോധനകളിലൂടെയും പി ശശി നടത്തിയ പ്രവർത്തനത്തിന്റെ ഒരു പരിമിതി ഞങ്ങളുടെ മുന്നിലില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഏൽപ്പിച്ച ചുമതലകൾ, അവിടെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ആ ഓഫീസിൽ ഏൽപ്പിച്ച ചുമതലകൾ നിർവഹിക്കുന്ന ആളുകളുണ്ട്. അവർ ആ ചുമതല ഭംഗിയായി നിർവഹിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ അനുഭവം. അത്തരം അല്ലാത്തൊരു സ്ഥിതിയിൽ ഞങ്ങൾക്ക് പിന്നെ മറ്റു കാര്യങ്ങളിലേക്ക് നോക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തെ ഏൽപ്പിച്ച ചുമതല അദ്ദേഹം ചെയ്യുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. ആ പ്രവർത്തനവും ഭംഗിയായിട്ടവിടെ നടക്കുകയാണ്. അപ്പോൾ അതിനെതിരായിട്ട് ഇപ്പോൾ ആക്ഷേപങ്ങൾ ഉന്നയിക്കുക, ആരോപണങ്ങൾ ഉന്നയിക്കുക. ആരോപണത്തിന് ഉന്നയിക്കുന്നതിന് നമുക്ക് ആരെയും തടയാൻ പറ്റുമോ? ആരെയും തടയാൻ പറ്റില്ല. ആരോപണമല്ലേ. ഈ വലിയ പ്രാദേശികമായിട്ടൊക്കെ വലിയ എതിർപ്പ് ഇടയിലും നിലമ്പൂരിലൊക്കെ വലിയ പ്രകടനങ്ങൾ, എതിർപ്പ് ഒക്കെ നടന്നതിനിടയിലും അൻവറിനെ അവിടെ സ്ഥാനാർത്ഥിയായി അടിച്ചേൽപ്പിച്ചതിന് പിന്നിൽ താങ്കളാണെന്നാണ് അന്ന് ഉയർന്ന വലിയ ആരോപണം. അത് വിജയരാഘവന്റെ സ്ഥാനാർത്ഥിയാണെന്ന്. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിൽ ആ സീറ്റ് പിടിക്കാൻ വേണ്ടി ആയിരിക്കാം. എങ്കിൽ പോലും ആ സ്ട്രാറ്റജി പാളിയോ, അല്ലെങ്കിൽ അന്ന് താങ്കൾ ഇപ്പോൾ കണ്ടത് 8 വർഷം മുമ്പ് അവിടുത്തെ പാർട്ടി പ്രവർത്തകർ നേരത്തെ തിരിച്ചറിഞ്ഞു? ഇത് നമ്മൾ കാണേണ്ടതെന്ന് വെച്ചാല്, രാഷ്ട്രീയത്തില് ഞാൻ പ്രവർത്തിക്കുന്നുണ്ടാവുക എൻ്റെ പാർട്ടിക്ക് ഗുണമുള്ള തരത്തിൽ കാര്യങ്ങൾ പോകാനാണ്. ഞങ്ങളാരും ഞങ്ങളുടെ വ്യക്തിപരമായ ലാഭത്തിനനുസരിച്ചല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനം നടത്തുന്നത്. പാർട്ടി ഒരു സാധാരണ മനുഷ്യൻ്റെ, തൊഴിലാളി വർഗത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയാണ്, പാവങ്ങളുടെ പാർട്ടിയാണ്. ആ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ കഴിയുന്ന രൂപത്തിലാണ് ഞങ്ങൾ പ്രവർത്തിക്കുക. ആ പ്രവർത്തനത്തിൽ പിന്നെ പാർട്ടി അതാത് സന്ദർഭങ്ങളിൽ അതിന് രൂപപ്പെട്ടു വന്ന മുഹൂർത്ത സാഹചര്യത്തിൻ്റെ പ്രത്യേകതകൾ അനുസരിച്ച് ആണ് കാര്യങ്ങൾ എനിക്ക് കൊണ്ടുപോകും. അപ്പോൾ അൻവർ 8 വർഷം മുമ്പ് വരുന്നു, പിന്നെ അവിടെ ഇടതുപക്ഷത്തോട് സഹകരിച്ച് പ്രവർത്തിക്കുന്നു. ഇടതുപക്ഷത്തോട് സഹകരിച്ച് പ്രവർത്തിക്കുമ്പോൾ ആ സഹകരണത്തോട് വീണുള്ള പോവുക. അപ്പോൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് നമ്മോട് സഹകരിച്ച് പ്രവർത്തിച്ച് പോകുന്ന അൻവർ ഇപ്പോൾ ഞങ്ങളെ എതിർചേരിയെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അന്ന് ഇടതുപക്ഷാനുകൂലമായ നിലപാടെടുക്കുന്ന ഒരാളെ കാണുമ്പോഴാണ് കാണുക. ഇപ്പോൾ ഇടതുപക്ഷത്തെ തകർക്കാൻ ശ്രമിക്കുന്ന കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ചേരിയിലേക്ക് കൂടിച്ചേർക്കപ്പെട്ട ഒരാളെന്നുള്ള രീതിയിലാണ് കാണുക. അത് രണ്ടിനും അങ്ങനെ കാണുക. അല്ലാതെ അന്നത്തത് എങ്ങനെ ഇന്നത്തെ എങ്ങനെ എന്നുള്ളതൊന്നും ഒരു വിഷയമില്ല. തൊഴിലാളി വർഗ രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രക്രിയയിൽ ഞങ്ങൾ ഉന്നയിക്കുന്ന രാഷ്ട്രീയവുമായി സഹകരിച്ച് പ്രവർത്തിക്കുമ്പോൾ ആ സഹകരിച്ച് പ്രവർത്തിക്കുക. അല്ല നേരെ എതിർചേരിയെ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അതിനെ ശക്തമായിട്ട് വിമർശിക്കും. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം. ശരി, ഇതിൽ വ്യക്തിപരമായിട്ട് നമുക്കൊന്നുമില്ല. ഞാനൊക്കെ ചെയ്യുന്നത് വെച്ചാൽ പാർട്ടി അതാത് കാലത്തെടുക്കുന്ന തീരുമാനം
നന്നായിട്ട് നടപ്പിലാക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അത്രയും നിങ്ങൾ ഈ എന്താ പറയാ, ഈ ജലീൽ കേരളത്തില് എത്രയോ കാലമായിട്ട് പൊതുപ്രവർത്തനം നടത്തുന്ന ഒരാളല്ലേ. അദ്ദേഹം പൊതുപ്രവർത്തനം നടത്തുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് പത്രക്കാരെ കാണാറുണ്ട്, നല്ല മനോഹരമായ പുസ്തകങ്ങൾ എഴുതാറുണ്ട്, നല്ല പ്രതികരണങ്ങളൊക്കെ നടത്താറുണ്ട്. ആ നിലയിൽ 4:30 മണിക്ക് അദ്ദേഹം ഒരു 4:30 മണിക്ക് ഒരു പത്രസമ്മേളനം അദ്ദേഹം നടത്തുന്നുണ്ട്. നിങ്ങളെല്ലാം അവിടെ പോയി ആ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യണമെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. പക്ഷെ ഒരു നിർണായക ഘട്ടമാണ് പാർട്ടിക്ക്, പ്രത്യേകിച്ച് അൻവർ ഉണ്ടാക്കിയ വലിയ കൊടുങ്കാറ്റ് അല്ലെങ്കിൽ ആരോപണം, അത് സത്യം കൊണ്ട് ഇല്ലെങ്കിലും ആ സമയത്ത് പാർട്ടിയുടെ മുന്നിൽ നിന്ന് സഹായിക്കേണ്ട, പ്രതിരോധിക്കേണ്ട ഒരാളായിരുന്നില്ലേ കെ ടി ജലീൽ. അത്രമാത്രം അദ്ദേഹത്തെ MLA ആക്കി, മന്ത്രിയാക്കി. പക്ഷെ അവിടെയും അദ്ദേഹം അൻവർ പറഞ്ഞതിലും ചില കാര്യങ്ങളുണ്ട്, പോലീസിനെതിരെ വിമർശനമുണ്ട് എന്ന് പറയുകയാണ് ചെയ്തത്. നിങ്ങളിപ്പോ ജലീലിന്റെ ഒരു പരാമർശത്തെ അടർത്തിയെടുത്തിട്ട് പിന്നെ അദ്ദേഹത്തെ അൻവറിന്റെ അനുയായിയാക്കുന്നു. നിങ്ങൾ ജലീലിനോട് ഇന്ന് വലിയ ക്രൂരതയാണ്, അങ്ങനെ നിങ്ങൾ ചെയ്തിട്ടോ. ജലീലിനോടുകൂടി പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ പത്രക്കാരല്ലേ, നിങ്ങൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ കുറച്ച് ചോദ്യമൊക്കെ ചോദിക്കും എന്ന് എനിക്കറിയാം. അതൊരു തെറ്റില്ല. നമ്മളിങ്ങനെ ഒന്നിച്ചു പോകണേ, നമ്മൾ ഈ സമൂഹത്തിൽ ഇങ്ങനെ പോവില്ലേ. ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണെങ്കിലും അല്ലെങ്കിലും പാർട്ടിയുടെ നിലപാടുണ്ടാവുന്നത് PR ഏജൻസികളെ കുറിച്ച് പാർട്ടിയുടെ നിലപാട് എന്താണ്? ഇതൊക്കെ അത് ഒരു സംഗതി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതൊക്കെ സന്ദർഭാനുസരണം നൽകിയിട്ടാണ്. അതിനെക്കുറിച്ച് നിങ്ങൾ അതിൽ PR ഏജൻസി ഞാൻ ചോദിക്കാൻ തരാം, ഈ PR ഏജൻസിയാണ് എന്താ പോലെ രാജ്യദ്രോഹിയാണ്. അതുകൊണ്ട് നിങ്ങളത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്നും കിട്ടാനില്ല. ഇപ്പൊ ഇന്ന് രാവിലെ നമുക്ക് PR ഏജൻസിനെ പിടിക്കാൻ നിങ്ങൾ അവിടെ എഡിറ്റോറിയൽ ബോർഡ് ഇന്നത്തെ നിർദ്ദേശം വെച്ചാൽ നമുക്ക് ആ PR ഏജൻസിനെ ഒന്ന് പിടിച്ചളയാം. ആ PR ഏജൻസി വെച്ചിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് 2 കടി കൊടുക്കാൻ പറ്റുമെന്നില്ല. ചോദ്യം നന്നായി, ഇനിയൊരു ഉത്തരവും എന്റെ അടുത്ത് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. MLA എന്നുള്ള നിലയിൽ അൻവർ ഇടതുപക്ഷത്തോടൊപ്പം പ്രവർത്തിച്ച ദിവസങ്ങളിൽ നല്ലതും അതിന് ശേഷമുള്ള ദോഷം ആയിരുന്നു. ഞാൻ പറഞ്ഞല്ലോ കൃത്യമായിട്ട്, ഇടതുപക്ഷമായിട്ട് പ്രവർത്തിച്ചത് നല്ലത്, ഇടതുപക്ഷ വിരുദ്ധനായി പ്രവർത്തിക്കുന്നത് മോശം, മഹാമോശം. അല്ല, വിമർശിച്ചാൽ മോശക്കാരനാവില്ല, പക്ഷെ പാർട്ടി വിരുദ്ധ പ്രവർത്തനത്തിൽപ്പെട്ടാൽ അത് മോശം. വിമർശനമൊക്കെ ആർക്കും വിമർശനം ഇല്ലെങ്കിൽ ലോകം നിൽക്കുമോ? നമ്മളെല്ലാത്തിനെയും വിമർശന ബുദ്ധിയോടുകൂടി നിങ്ങൾ നോക്കണം. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരെ നിങ്ങൾ വിമർശിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്കൊരു വിരോധം നിങ്ങളോടില്ലല്ലോ. ഇപ്പൊ നിങ്ങൾ വന്നു നമ്മുടെ പാർട്ടിയെ വിമർശിച്ചു, നമ്മുടെ പാർട്ടി മോശം ആണ് എന്ന് യോജിപ്പിക്കുന്ന ചോദ്യം ചോദിച്ചു, അതിലൊന്നും തെറ്റില്ല. അതൊക്കെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ നമ്മൾ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടെന്നുള്ള മാത്രമല്ല, ആശയവിനിമയം നടത്തണം. ഞങ്ങളെ നിങ്ങൾക്ക് വിമർശിക്കാം. നിങ്ങൾ വിമർശിക്കുമ്പോൾ നിങ്ങൾ വിമർശിച്ചത് ശരിയുണ്ടോ എന്ന് ഞങ്ങൾ പരിശോധിക്കും. ശരിയില്ലാത്തതിന് ശരിയല്ല എന്നങ്ങ് പറയും. അതുകൊണ്ട് വിമർശിക്കുന്നതിനോട് ഒരു വിരോധവും ഞങ്ങൾക്കില്ല. ഞങ്ങളപ്പോൾ എന്തുമാതിരി വിമർശിക്കുന്നത് പല ആൾക്കാർ നിങ്ങളെ എന്തുമാതിരി വിമർശിക്കുന്നത് വല്ല തർക്കമുണ്ടോ? ഒരു തർക്കമില്ല, വളരെ സൗഹൃദം. പ്രതിപക്ഷ നേതാവ് ഏറെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ, മാസങ്ങൾക്ക് മുമ്പ് തന്നെ പറഞ്ഞിരുന്നു മുഖ്യമന്ത്രി PR-ന്റെ തടവറയിലാണ്. PR ആണ് മുഖ്യമന്ത്രിയെ ഇങ്ങനെ വാർത്താ സമ്മേളനം ഉൾപ്പെടെ എല്ലാം കൈകാര്യം ചെയ്യുന്നത്. മുഖ്യമന്ത്രി ഒരു PR-ന്റെ തണലിലാണെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അവിടേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന രീതിയിൽ പൊതു സമൂഹത്തിന് അങ്ങനെ ഒരു ധാരണ വരുന്നു. ഈ PR അസഹിഷ്ണുത കാണിക്കാതെ ഞാൻ ചോദിക്കുന്നത് എന്താ വെച്ചാല്, ഞാൻ ചോദിച്ചതിന് മറ്റു രൂപത്തിൽ ഞാൻ ഉത്തരം പറഞ്ഞ ഒരു ചോദ്യത്തിന് നിങ്ങൾ മറ്റു രൂപത്തിൽ എന്നോട് വീണ്ടും ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞാല് നിങ്ങളിപ്പോ ഇന്ന് ഈ PR എന്ന് പറയുന്ന ഏതൊരു മറ്റെന്താണ് വലിയ ഭീകരവാദി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് എന്തോ സംഭവിച്ചിരിക്കുന്നു. ഇതൊക്കെ സതീശന്റെ എന്തെല്ലാം വിദ്യകൾ നമുക്കറിയാം. അങ്ങനെ ആ വിദ്യ ഇട്ടിട്ട് സതീശനെ അടിക്കില്ല. അതിലൊന്നും നാട്ടുകാർക്ക് അറിയരുത്. ജനങ്ങളൊന്നും ഈ പ്രതിപക്ഷം നടത്തുന്ന പ്രചാരവേലകളൊക്കെ സംബന്ധിച്ച് ജനങ്ങൾക്ക് നല്ല അറിവുണ്ട്. മുഖ്യമന്ത്രി പിണറായി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് കൃത്യമായി വ്യക്തമാക്കി കഴിഞ്ഞാൽ പിന്നെ അതില് PR എവിടെ, ER എവിടെ, KR എവിടെ എന്നൊന്നും പ്രസക്തമല്ല. മുഖ്യമന്ത്രി വിഷയമാണ് പ്രശ്നം. മനസ്സിലായെങ്കിൽ ഇപ്പൊ ഇവിടെ ഒരു സംഭവം ഉണ്ടായി, ആ സംഭവം ഉണ്ടായതാണ് പ്രശ്നം. ആ ഉണ്ടായ സംഭവത്തെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അത് വ്യക്തമാക്കി കഴിഞ്ഞാൽ ഒരു കാര്യങ്ങളെ സംബന്ധിച്ച് കേരളത്തിന്റെ സംസ്ഥാന മുഖ്യമന്ത്രി വളരെ ഉത്തരവാദിത്വബോധത്തോടു കൂടി ഇഴപിരിച്ച് കാര്യങ്ങൾ വിശദമാക്കി കഴിഞ്ഞാൽ അതവിടെ അവസാനിച്ചു. പിന്നുള്ളത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയാണ്. പ്രതിപക്ഷം സ്വാഭാവികമായിട്ടും ഇങ്ങനെ അതിനെക്കുറിച്ച് പ്രതികരിക്കുള്ളൂ. അത് പ്രതിപക്ഷം ചെയ്യുന്നൊരു പ്രവർത്തനമാണ്. അത് പ്രതിപക്ഷം ചെയ്തോട്ടെ. അതുപോലെ നാട്ടിലൊന്നും ആൾക്കാരെ വിശ്വസിക്കാൻ പോണില്ല. ഇപ്പൊ ഈ പ്രതിപക്ഷം പിണറായിക്കെതിരായി നടത്തിയ ആക്ഷേപങ്ങളുടെ പട്ടികകൾ കണ്ടെടുക്കും. എത്ര വലുത്. പിണറായിയെ കുറിച്ച് പറഞ്ഞ
ആക്ഷേപങ്ങളുടെ അളവ് കേരളത്തിൽ ഈ കേരളത്തിൽ നിന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ആക്ഷേപങ്ങൾ പ്രചരിപ്പിക്കപ്പെട്ടത് കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരായിട്ടാണ്. അതിൽ പ്രതിപക്ഷം 1-ാം സ്ഥാനത്ത് നിന്നു. ഇനിയിപ്പോൾ അതിലൊക്കെ പ്രതികളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. അതിനുവേണ്ടി നടത്തിയ ഗൂഢാലോചനകളെ സംബന്ധിച്ച് എല്ലാം അറിയുന്ന ഒരാളാണ് ഞാനത് പറയുന്നില്ല. പിന്നെ നമ്മളെ മാധ്യമ സുഹൃത്തുക്കൾ അവർ പിണറായിക്ക് വേണ്ടി നൽകിയ സേവനം എന്താ? പ്രതിപക്ഷം നമ്മളെ എതിർക്കുമ്പോൾ ഈ തെറ്റായ കാര്യങ്ങൾ പറയുമ്പോൾ അതിനാവശ്യമായ സർവേകൾ അങ്ങനെ വേണ്ടി ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ കൂടുതലും പിന്നെ നമ്മളെ CPM ദുർബലപ്പെടുത്താൻ ചില സർവേ അടിക്കും. അതൊക്കെ സാധാരണ നാട്ടിലപ്പാ. ഇപ്പൊ പാർട്ടി സമ്മേളനം വരുമ്പോൾ ബാക്കിയുള്ളവർക്ക് സമ്മേളനമില്ല, ചർച്ചയൊന്നുമില്ല. CPM ഇപ്പോൾ ഒരു സമ്മേളനം ചർച്ച കിടത്തുന്നുണ്ട്. അപ്പൊ തുടങ്ങി കുറച്ച് ആൾക്കാർ സർവേ ആയിട്ട് ഇറങ്ങി. അത് തെറ്റില്ല. നിങ്ങൾക്കൊരു സർവേ നടത്തുമ്പോൾ ഒരു പാർട്ടി ഉണ്ടല്ലോ. അതിലാണ് എൻ്റെ സന്തോഷം. എൻ്റെ ഏറ്റവും വലിയ ആഹ്ലാദത ഞങ്ങൾക്കെതിരായിട്ടുള്ള വാർത്തകൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുറേ നല്ല മനുഷ്യർ അത് കണ്ടിട്ട് പിന്നെ ഞങ്ങളുടെ അടുത്ത് വരുന്നുണ്ട്. എനിക്ക് എത്ര അനുഭവമുണ്ട്. ഞാൻ പറയാം, എൻ്റെ അനുഭവം പറയേണ്ട സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ പറയാതിരിക്കുക. ഞങ്ങൾക്കെതിരായ വാർത്തകൾ എത്രയോ കാര്യങ്ങൾ ഞങ്ങൾക്ക് ഗുണം ചെയ്തിട്ടുണ്ട് എന്നുള്ളതും ഒരു വസ്തുതയാണ്. പക്ഷേ ചില നല്ല മനുഷ്യർ തെറ്റിദ്ധരിക്കപ്പെടാൻ ഇടയുണ്ട്. അല്ല, ഈ കളവ് വാർത്ത ഇങ്ങനെ കുറേ കൊടുക്കുമ്പോൾ കുറേ നല്ല മനുഷ്യർ തെറ്റിദ്ധരിക്കപ്പെടാൻ ഇടയുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ കണ്ട് ആ തെറ്റിദ്ധാരണ മാറ്റാനുള്ള പ്രശ്നം. ഈ മുഖ്യമന്ത്രി ഗൗരവമായി പറഞ്ഞ കാര്യങ്ങൾ അങ്ങ് സൂചിപ്പിച്ചു. അങ്ങനെ ഗൗരവമായി ചോദ്യമില്ല. ഗൗരവമായി പറഞ്ഞ കാര്യങ്ങൾ ഇടപെട്ട് അധികം ആൾക്കാർ ചേർത്ത് വക്രീകരിച്ച് അവതരിപ്പിക്കപ്പെട്ടാൽ അത് ഗൗരവമായി പരിശോധിക്കേണ്ട വിഷയമല്ലേ? അല്ല, അതൊക്കെ മുഖ്യമന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞു. ഞാൻ പറഞ്ഞേക്കും. വസ്തുതയിൽ ഇവിടെ തെറ്റായ രൂപത്തിൽ വ്യാഖ്യാനിക്കാൻ സഹായകരമായ രൂപത്തിൽ വന്ന കാര്യം സംബന്ധിച്ച് മുഖ്യമന്ത്രി കാര്യങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞാൽ ആ വസ്തുതയാണ്. ഒരു വസ്തുതയിൽ എന്താണ് നടന്നിരിക്കുന്നതെന്ന് സംസ്ഥാനത്തിൻ്റെ ഒരു മുഖ്യമന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞാൽ അതിനേക്കാൾ കൂടുതൽ വ്യക്തമാക്കാൻ മറ്റാർക്കെങ്കിലും പറ്റുമോ? ഇല്ലല്ലോ. അത് മുഖ്യമന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞു. അത് സംബന്ധിച്ചുള്ള നിലപാടുകളും കാര്യങ്ങളും അവിടെ അവസാനിച്ചു. ഇനി നിങ്ങൾ അത് സംബന്ധിച്ച് കൂടുതൽ ചോദിച്ചാൽ ഞാൻ മറുപടി പറയും എന്ന് കരുതാൻ പാടില്ല. ഇനി 1.5 കൊല്ലമേ ഉള്ളൂ ഈ സർക്കാരിന്. അപ്പോൾ കുറച്ചുകൂടി ഒരു ജാഗ്രത. ഇപ്പൊ പോയ 3.5 വർഷത്തിനപ്പുറം ഇപ്പൊ ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ താങ്കൾ പാർട്ടിയുടെ PB അംഗമാണ്, കേന്ദ്ര നേതൃത്വമാണ്. കേന്ദ്ര നേതൃത്വത്തിന് കുറച്ചുകൂടി ഒരു ഇടപെടൽ ഗവൺമെന്റ് ഉണ്ടാവുമോ? ഗവൺമെന്റിന്റെ പ്രവർത്തനം സംബന്ധിച്ച് അതാത് സന്ദർഭങ്ങളിൽ പാർട്ടി ചർച്ച ചെയ്യും. പാർട്ടി ചർച്ച ചെയ്യുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആകെയാണ് ആ പ്രവർത്തനം നടത്തുന്നത്. അപ്പം ഞങ്ങളിപ്പോൾ ഒരു കേരള സംസ്ഥാനത്തിലെ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യും. ആ ചർച്ച ചെയ്യുന്നതിൽ പങ്കെടുക്കുന്ന ആരാ? പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി, പാർട്ടിയുടെ കേന്ദ്ര നേതാക്കന്മാർ എല്ലാവരും കൂടി ഇരുന്നിട്ട് ചർച്ച ചെയ്യുക. പാർട്ടിയിൽ അങ്ങനെയാണ്. പാർട്ടി ഇപ്പോൾ ഈ ഗവൺമെന്റ് അധികാരത്തിലുണ്ട്. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് അധികാരത്തിൽ വരും. ആദ്യമായിട്ട് അധികാരത്തിൽ വരുമ്പോൾ ജനങ്ങൾക്ക് ഉണ്ടാവുന്ന പ്രതീക്ഷകളോളം എത്താൻ എങ്ങനെ പ്രവർത്തിക്കണം അത് പാർട്ടി നന്നായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. അതിന് തടസ്സം നിൽക്കുന്ന ഘടകങ്ങൾ എന്താണ് അതും പാർട്ടി ചർച്ച ചെയ്യുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പരമാവധി കേരളത്തിൻ്റെ പൊതു അഭിവൃദ്ധിക്ക് സഹായകരമായ രൂപത്തിൽ ഇന്നത്തെ ഒരു ലോകഘടനയിൽ, ഇന്ത്യൻ ഘടനയിൽ ഒരുപാട് പുതിയ പ്രശ്നങ്ങൾ വരിക. ഇപ്പോൾ AI ടെക്നോളജി എന്ന സാധനം വന്നതോടുകൂടി തന്നെ എങ്ങനെയാണ് നാളത്തെ ലോകം എന്നതിനെ നമുക്ക് ഇന്ന് പറയാൻ കഴിയാത്ത രൂപത്തിൽ അതിസങ്കീർണമായിരിക്കുകയാണ് സാങ്കേതിക വിദ്യയുടെ വളർച്ച. അപ്പം അത്തരമൊരു സാഹചര്യത്തെ അഭിമുഖീകരിക്കുന്ന നമ്മുടെ കേരളീയ സമൂഹത്തെ അതിന് പ്രാപ്തമാക്കാൻ പറ്റുന്ന തരത്തിൽ എങ്ങനെ ഈ ഗവൺമെന്റിനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതെല്ലാം സംബന്ധിച്ചുള്ള ഗൗരവതരമായ ചർച്ചകൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൽ ഗവൺമെന്റിന്റെ പ്രവർത്തനത്തിൽ ഗവൺമെന്റിലേക്ക് നിയോഗിക്കപ്പെട്ട ആളുകൾ എങ്ങനെ പ്രവർത്തിക്കണം, പാർട്ടി എങ്ങനെ പ്രവർത്തിക്കണം, അതൊക്കെ സംബന്ധിച്ചുള്ള വ്യക്തമായ ധാരണകളിൽ കൂടിയാണ് ഈ ഗവൺമെന്റ് പോകുന്നത്. എല്ലാ സന്ദർഭത്തിലും നമ്മൾ ഒരു ചർച്ച നടത്തി അവിടെ അവസാനിപ്പിക്കുകയല്ലേ ചെയ്യുക. ചിലപ്പോൾ 1 കൊല്ലം കൂടുമ്പോൾ, ചിലപ്പോൾ ഈ പാർട്ടി സമ്മേളനത്തിന്റെ സമയത്ത് ഒക്കെ തന്നെ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യും. പാർട്ടി അത് കൂട്ടായാണ് ചർച്ച ചെയ്യുക. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞാൽ കളക്റ്റീവാണ്, കൂട്ടായിട്ടുള്ള പ്രവർത്തനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ. ഒരു വ്യക്തിയുടേത് മാത്രമായിട്ട് തീരുമാനങ്ങൾ എടുക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നതല്ല പാർട്ടി ശൈലി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങളത് കൂട്ടായി ചർച്ച ചെയ്ത് അത്തരം തീരുമാനങ്ങൾ കൂട്ടായി നടപ്പിലാക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഒരു കാര്യം കൂടി, അതായത് ഇപ്പൊ കുറച്ച് കാലങ്ങളായി CPM ഇതുപോലത്തെ എന്തെങ്കിലും വിഷയം വന്നാൽ ആദ്യം പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി, പോപ്പുലർ SDP ആണ്. അത് പൊതുവായി CPMന്റെ നിലപാടാണോ? അതല്ല ഇപ്പോൾ ഓരോ വിഷയം വരുമ്പോൾ ആ വിഷയത്തിൽ ഇപ്പോൾ അൻവറിന്റെ വിഷയം വന്നു, അൻവറിന്റെ പൊതുയോഗത്തിൽ ആര് പങ്കെടുത്തു, ആരെ പങ്കെടുപ്പിച്ചു, അതിൽ ഇവിടെ പങ്ക്, അത് കൃത്യമായി മനസ്സിലാക്കിയിട്ട് പറയുന്നതാണോ? അതല്ലെങ്കിൽ കാലെടുത്തുന്നൊരു വെടിയാണോ ഈ ജമാഅത്തെ ഇസ്ലാമി SDP? അല്ല, CPIM ഒരിക്കലും
കാടടച്ച് വെടിവെക്കാറില്ല CPI. നമ്മുടെ സമൂഹത്തിൽ വിവിധ രാഷ്ട്രീയ ധാരകൾ പ്രവർത്തിക്കുന്നു. ആ രാഷ്ട്രീയ ധാരകളിൽ ജമാഅത്തെ ഇസ്ലാമി, SDPI, ചില അത്തരം തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകൾ, അവരുടെ പ്രവർത്തന ശൈലി നമ്മുടെ സമൂഹത്തിൻ്റെ പൊതു താല്പര്യങ്ങൾക്ക് സഹായകരമായത്. സമൂഹത്തെ വർഗീയവൽക്കരിക്കുക എന്നുള്ള നിലയ്ക്കുള്ള വീക്ഷണങ്ങളെയാണ്. അതിപ്പോൾ അങ്ങേപ്പുറത്ത് ഇവരെക്കാൾ എത്രയോ കരുത്തോടു കൂടി RSS പ്രവർത്തിക്കുന്നുണ്ട്. RSS ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നടത്തുന്ന പ്രവർത്തനമില്ലേ? എത്രയോ വലിയ വർഗീയ ഏകീകരണത്തിൻ്റെയും ധ്രുവീകരണത്തിൻ്റെയും ഒരു വഴിയാണ് RSS ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത്തരം ഒരു സന്ദർഭത്തിൽ ഈ മുസ്ലിം ജനവിഭാഗത്തിനിടയിൽ ഇവർ നടത്തുന്ന പ്രവർത്തനം RSS നടത്തുന്ന പ്രവർത്തനത്തിന് സ്വീകാര്യത ഉണ്ടാക്കി കൊടുക്കുന്ന തരത്തിലാണ് ഈ സമൂഹത്തെ അത് ദുർബലപ്പെടുത്തും. സമൂഹത്തിൽ RSSനെതിരായി രൂപപ്പെടേണ്ടത് മതപരമായ എതിർഭാഗമല്ല. നമ്മുടെ സമൂഹത്തിൽ എല്ലാ വിഭാഗവുമാണ്. ഭൂരിപക്ഷ സമുദായത്തിനകത്തെ ഭൂരിപക്ഷം ആളുകൾ RSSന്റെ തീവ്രവർഗീയതയ്ക്കെതിരായി അണിനിരക്കുമ്പോഴേ നമുക്കതിനെ പൂർണ്ണമായി തോൽപ്പിക്കാൻ പറ്റൂ. അല്ലാതെ RSS ഉയർത്തുന്ന വെല്ലുവിളിക്കെതിരായി ഒരു മറുവർഗീയത എന്നത് പ്രായോഗികമല്ല, ഗുണപരവുമല്ല. ഇവരുടെ പ്രവർത്തനം നമ്മുടെ സമൂഹത്തിൽ ഇന്ന് രൂപപ്പെട്ട RSSന്റെ തീവ്ര ഹിന്ദുത്വ പ്രവർത്തനത്തെ ദുർബലപ്പെടുത്തുന്ന പ്രവർത്തനമല്ല, മറിച്ച് അവർക്ക് ന്യായം കണ്ടെത്താൻ സഹായകരമായ പ്രവർത്തനമാണ്. സ്വാഭാവിക ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി വലിയ തോതിൽ തീവ്ര ഹിന്ദുത്വത്തെ വിമർശിക്കും. അതോടൊപ്പം തന്നെ മറുഭാഗത്ത് ഇത്തരം ഫണ്ടമെന്റലിസ്റ്റ് ശക്തികൾ നടത്തുന്ന പ്രവർത്തനങ്ങളെയും വിമർശിക്കും. അത് വിമർശിക്കാതെ അവർക്ക് വർഗീയ പ്രവർത്തനം, ഫണ്ടമെന്റലിസ്റ്റ് പ്രവർത്തനം നടത്തേണ്ട ഒരു മൗലികാവകാശം ഉണ്ടെന്ന് വരാൻ പറ്റില്ല. അതില്ല. RSS വലിയ തോതിൽ നടത്തുകയാണ്. ഇവര് മറുഭാഗത്ത് നടത്തുന്ന പ്രവർത്തനം സമൂഹത്തിന് ഗുണമില്ല. ജനങ്ങളെ വർഗീയമായിട്ട് വിഭജിക്കാനല്ല, എല്ലാവരെയും ഒന്നിപ്പിച്ച് കൊണ്ടുപോകാനാണ് നമ്മുടെ സമൂഹം ശ്രദ്ധിക്കുന്നത്. അതാണ് ഇന്ത്യയുടെ പാരമ്പര്യം. ഇന്ത്യ ഒരു വലിയൊരു നാഷണൽ മൂവ്മെന്റിന്റെ പശ്ചാത്തലമുള്ള നാടല്ലേ. അപ്പോൾ ഇന്ന് ഗാന്ധി ഇന്ത്യയിൽ. അപ്പോൾ ആ ദേശീയ പ്രസ്ഥാന പശ്ചാത്തലമുള്ള സമൂഹത്തെ വിഘടിപ്പിച്ച് നശിപ്പിക്കാനുള്ള പ്രവർത്തനത്തിന്റെ പക്ഷത്താണ് ഇവർ നിൽക്കുന്നതുകൊണ്ടാണ് RSSനെ വിമർശിക്കുന്നു. ഇവർ നടത്തുന്ന പ്രവർത്തനത്തെ വിമർശിക്കും.